ഹരികൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹരി, എന്തായാലും പ്രേക്ഷകരുടെ പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി അതിലേക്ക് കടക്കുന്നില്ല. പ്രധാനമായി ഇവിടെ ഇതാ ഈ പുഷ്പ 2 വ്യാജ പകർപ്പ് ഇന്റർനെറ്റിൽ എത്തി എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സിനിമ ഇറങ്ങുന്നു, മണിക്കൂറുകൾക്കകം അതിന്റെ വ്യാജ പതിപ്പ് ഇറങ്ങുന്നു. അത് ഒരിക്കലും അനുവദനീയമല്ല. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ട്രെൻഡായിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ തന്നെ റിലീസായി. ഇത് 4 മണിക്കാണ് ആദ്യ ഷോ വരുന്നത്. ഈ 4 മണിക്കുള്ള ഷോ അവസാനിച്ചത് 7:30-ക്കാണ്. ഈ 7:30-ക്ക് അവസാനിച്ച ഷോ അപ്പോൾ തന്നെ ഈ തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന ഈ വെബ്സൈറ്റിലേക്ക് ഫുൾ മൂവിയാണ് അപ്ലോഡ് ആയിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. അതായത് കൃത്യം ആ ഷോ കഴിയുന്ന സമയത്ത് തന്നെ ഈ വ്യാജ പ്രിന്റ് പുറത്ത് വന്നിരിക്കുകയാണ്. ഈ തമിഴ് ബ്ലാസ്റ്റേഴ്സ് എന്ന ഓൺലൈൻ വെബ്സൈറ്റിലൂടെയാണ് ഇത് പുറത്ത് വരുന്നത്. സാധാരണയായി റിലീസാവുന്ന പല സിനിമകൾ, ഇതുപോലെ സിനിമകൾ, ഇപ്പോൾ വേട്ടയ്യൻ ആയിക്കോട്ടെ, ARM, കങ്കുവ പോലുള്ള സിനിമകളൊക്കെ തന്നെ കഴിഞ്ഞ മാസം റിലീസായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കങ്കുവ. ഇങ്ങനെ ബിഗ് ബഡ്ജറ്റ് സിനിമകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ ചിത്രങ്ങൾ തിയേറ്ററിൽ പോയി ഷൂട്ട് ചെയ്യാൻ ഇതുപോലെ ഒരുപാട് പേർ പല സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പല തിയേറ്ററുകളിലും ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ വ്യാജ പ്രിന്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ട്രൈപോഡിൽ ഇരുന്നുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ARM എന്ന ചിത്രത്തിൽ നിന്ന് കണ്ടതാണ്. തിരുവനന്തപുരം മേരി സ്പെക്സ് തിയേറ്ററിൽ നിന്നുകൊണ്ട് ഷൂട്ട് ചെയ്ത രംഗങ്ങൾ, അവർ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച ട്രൈപോഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നെ ആ ക്യാമറയിൽ പതിയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ തന്നെ ഈ ഇന്ത്യ ഒട്ടാകെയുള്ള സ്ഥലങ്ങളിൽ പല തിയേറ്ററുകളും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവണത തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ് ഈ ഒരു വ്യാജ പ്രിന്റ് പുറത്തു വരുന്നത് കൂടി ഉണ്ടാവുന്നത്. ഈ ലിങ്ക് പിന്നീട് മാറുന്നതിന് ശേഷം ഇവർ ഇതിന്റെ IP അഡ്രസ്സ് തന്നെ മാറ്റി പുതിയൊരു വെബ്സൈറ്റിലേക്ക് ഈ കോണ്ടന്റ് വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ്. പിന്നീട് മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ, ഇപ്പോൾ ടെലഗ്രാം പോലുള്ള ആപ്പുകളിലൊക്കെ തന്നെ ഈ പ്രിന്റ് വളരെയധികം വൈറലായി സ്പ്രെഡ് ആവുകയും ചെയ്തു. പ്രധാനമായും ഇതുപോലൊരു ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ആദ്യ ദിനം തന്നെ വരുമ്പോഴേക്കും തിയേറ്ററിൽ പോകേണ്ട സാഹചര്യമില്ല, TV-യിൽ ഇരുന്ന് തന്നെ കാണാം, അല്ലെങ്കിൽ ഫോണിലിരുന്ന് കാണാമെന്നുള്ള പ്രേക്ഷകന്റെ ചിന്തയെ കൂടുതൽ ആക്കം കൂട്ടുന്ന തരത്തിലേക്കാണ് ഇതുപോലുള്ള വീഡിയോകൾ വരുന്നത്. അത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ തുടരുകയാണ്. വരുന്ന ദിവസങ്ങളിലും ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ട സമയമൊക്കെ എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. വരും ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, ഈ മാസം തന്നെ ഒട്ടനവധി സിനിമകളുണ്ട്, അതൊക്കെ തന്നെ പ്രതിസന്ധിയിലേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ പുഷ്പ 2 എന്ന ചിത്രത്തിന്റെ വ്യാജ പതിപ്പും കൂടി പുറത്തു വന്നിരിക്കുന്നത്. ഇതിന് അടിയന്തരമായി ഇത് എവിടെ നിന്നാണ് സോഴ്സ് എന്നോ ഇത് കൃത്യമായി എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഏത് തിയേറ്ററാണ് എന്നത് സംബന്ധിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രിന്റുകൾ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഭവ്യ, ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ചിത്രത്തിൽ അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്തത് സംവിധായകൻ ജിസ് ജോയിയാണ്. ചിത്രത്തിൽ ഫഹദ് ഫാസിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചിത്രത്തിന്റെ ഭാഗമായതിൽ അഭിമാനമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതിനെ ഭയങ്കര ആർപ്പുവിളിയും ഒക്കെ ആയിരുന്നു. അല്ല, രണ്ടുപേരും അസലായിട്ടുണ്ട്. ഡബ് ചെയ്തപ്പോഴേ കണ്ടതാണ്. പക്ഷെ ഒരുമിച്ച് കാണുമ്പോൾ കുറെ കൂടെ ഭയങ്കര സന്തോഷമുണ്ട്. പാട്ടുകളും ഒക്കെ, പിന്നെ ഓരോ സീനിനും ആൾക്കാർ ഭയങ്കര ഫുൾ ഫാൻസാണ് തിയേറ്ററിനകത്ത്. ഭയങ്കര ആർപ്പുവിളിയും ഒക്കെയാണ്. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ അവരുടെ ഓക്കെ നല്ല രശ്മിക നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ട്. എല്ലാം ഭയങ്കര സുകുമാർ സാറിന്റെ ഡയറക്ഷനാണ് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പുഷ്പ 3 അവരുണ്ടെന്നാണല്ലോ പറയുന്നത്. എനിക്കും അത്രേ അറിയുള്ളൂ. ഇല്ല, ഇതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ പടം കാണും, അപ്പോൾ ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് പറയുന്നില്ല. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ളൂ. കൊണ്ടുപോട്ടെ, നമ്മളെല്ലാം വർക്ക് ചെയ്ത പടമല്ലേ, കൊണ്ടുപോട്ടെ. ഡബിങ് തിയേറ്ററിൽ കണ്ടതിനേക്കാൾ കൂടുതൽ എഫക്റ്റിലാണ് തിയേറ്ററിൽ വന്നിരിക്കുന്നത്. പാട്ടും ഫൈറ്റും എല്ലാം, കൊറിയോഗ്രാഫിയും ഇമോഷൻസും ഒക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പടം, അടിപൊളിയായിട്ട് തോന്നി. എന്തോ ആ സ്പോയിലേഴ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ പടം കാണും. ഫഹദിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ അന്ന് ഡബിങ് കഴിഞ്ഞപ്പോഴേ പറഞ്ഞാണ് അസലായിട്ടുണ്ട് എന്നുള്ളത്. ഫഹദ് നമ്മുടെ അഭിമാനമാണ്, ചങ്കാണ്. പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആവട്ടെ, ഇന്റർനാഷണൽ ആവട്ടെ, അല്ലേ?